ലാ 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 ലാ. എടാ ബിജു, ദേ ഇവിടെ വരാ. എവിടെയാടാ എന്റെ രൂപ? അതിന് മമ്മിയോട് ആര് രൂപ വാങ്ങിച്ചു? ആര് വാങ്ങിച്ചെന്നു? നിന്റെ പീറ്റങ്കിള്. എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. എന്റെ മോള് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശെല്ലാം ആ കാലമാടം പിടിച്ചു വാങ്ങിക്കല്ലേ ചാരായം കുടിക്കാൻ. ഓഹോ ശരി, എത്ര രൂപയുണ്ട്? അത് ഞാൻ കണക്ക് നോക്കി പിന്നെ പറയാം. ബിജുമോനെ, ഇപ്പൊ 10 100 ഇങ്ങത്താ. നാട്ടിലേക്കൊന്ന് പോവാൻ കാശില്ലാതിരിക്കുക. അതിനാണ് മമ്മിയുടെ നാട് ബ്രിട്ടൻ. എന്താടാ അത്ര ചിരിക്കാൻ? മമ്മി എന്താടാ പറഞ്ഞേ? പറഞ്ഞോ? അല്ലേ, ഈ നടപ്പ് നടക്കാൻ തുടങ്ങി കുറെ നേരം ആയല്ലോ. ഇങ്ങനെ നടന്നാൽ എവിടെ എത്തൂ? അല്ലെ ബിജുമോൻ എവിടെ? അവൻ ഇതുവരെ വാങ്ങിയ സകല കടവും തീർത്തിട്ടേ വരും. ആ, അത് സമയം കുറച്ച് പിടിക്കും. പീറ്റങ്കിൾ ഇവിടെ വാ. ചെലച്ചേച്ചിന്റെ അടുത്ത് കട വാങ്ങിയോ? അയ്യോ എന്റെ പൊന്നമ്മച്ചി, എന്റെ ദൈവമേ, ആര് പറഞ്ഞോളാ മോനെ, ഞാൻ വാങ്ങിച്ചിട്ടില്ല. കള്ളം പറയരുത്. കള്ളം പറയാൻ പാടില്ലെങ്കിൽ അങ്ങനെ സത്യം പറയാ, വാങ്ങിച്ചിട്ടുണ്ട്. അത് വേറെ അക്കൗണ്ടില്ല. എന്റെ അക്കൗണ്ട്? അക്കൗണ്ടല്ല, സ്ത്രീധനത്തിൽ കുറച്ചോളൂ എന്ന് പറഞ്ഞ് വല്ലപ്പോഴൊക്കെ ഒരു കൈവായ്പ വാങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ അറിയാതെ ഒറ്റ പൈസ കട വാങ്ങാൻ പറ്റില്ല. ഓ, ഡാഡിയും കേട്ടല്ലോ? കേട്ടു. ശരി മോനെ. ഓ, ഒരു 50 രൂപ വേണ്ടിയിരുന്നു. എന്തിനാ? ഡാഡിക്ക് അടി ഇടിയൊക്കെ കഴിഞ്ഞപ്പോഴേ ശരീരത്തിനൊരു വേദന. സ്വല്പം മരുന്ന് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അടുത്ത അടി വരുമ്പോഴേക്കും ശരീരം ക്ഷീണിച്ചു പോകും. ശരിയാണോ ഡാഡി? പിന്നെ ഇവിടെ വന്നേ കഴിക്കാവൂ. ആരെങ്കിലും 2 പേർക്ക് ചക്കാത്ത് വാങ്ങിച്ചൊന്ന് കുടിച്ചോളൂ. വേഗം പോയി വാങ്ങിച്ചോണ്ടോ. ഒന്ന് അടങ്ങി നിൽക്കടാ. ചെല്ലക്കുട്ടി, ഞാൻ ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. സൂത്രം കൊണ്ടുതരാന്ന് പറഞ്ഞിട്ട്. ഓ, നിനക്ക് എപ്പോഴും ഈ സൂത്രത്തിന്റെ വിചാരമുള്ളൂ അല്ലേ? അത് അങ്ങനെ ഇങ്ങനെ കിട്ടുന്ന സാധനമല്ല, അത് കുറച്ച് വിലയുള്ള സാധനമാണ്. ഞാൻ ഒരിടത്ത് കണ്ടുവച്ചിട്ടുണ്ട്. സ്വല്പം പൈസയുടെ കുറവും കൂടി ഉണ്ട്. അടുത്ത ബെറ്റ് കഴിഞ്ഞാൽ ഞാനത് വാങ്ങിച്ചിട്ട് നിനക്ക് കൊണ്ട് തരുന്നേ. ഇതും പറഞ്ഞു കളിപ്പിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളെ? പിന്നോട് ഒരു സ്നേഹവും ഇല്ല. വേണ്ടാത്ത അതും പറഞ്ഞ് എന്റെ മനസ്സ് വേദനിപ്പിക്കരുത് കേട്ടോ. സ്നേഹമുണ്ടോ ഇല്ലയെന്നുള്ള ഞാൻ തെളിയിച്ചു തരട്ടെ. അതെങ്ങനെയെങ്കിലും ആവട്ടെ. നീ താഴെ താഴെ ഇരിക്കേ. ആ 2 കൈ എടുത്ത് ചുമലിൽ വെച്ച്. നിന്റെ ചുമലല്ല, എന്റെ ചുമലില്. എന്റെ ചുമലില് കുറച്ചും കൂടി അടുത്തേക്ക് ഇരിക്കേ. കുറച്ചും കൂടി അടുത്തേക്ക് കൈ ഒന്ന് കഴിച്ചിരിക്കും. എന്താ മമ്മി? എന്താ മമ്മീന്നോ? എന്താ ഏത് മമ്മി? ഏത് മമ്മീന്നോ?
ഇതൊക്കെ നിന്റെ നാട്ടിലുള്ള പെണ്ണുങ്ങളോട് മതി, എന്റെ മോളോടുണ്ട് കേട്ടോ. ഏതൊക്കെ മമ്മി? ഇപ്പൊ നീ കാണിച്ചത്? അയ്യോ എന്റെ പൊന്നു മമ്മി, മമ്മി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് മമ്മി. ഞാനേ അവളോടൊരു സ്വകാര്യം പറയായിരുന്നു. ആ, നമ്മളെ മമ്മിയെ കണ്ടാൽ ഒറിജിനൽ ബ്രിട്ടീഷുകാരിയെ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നു. ബ്രിട്ടീഷുകാരി. ഞാൻ ഒറിജിനൽ ബ്രിട്ടീഷ്. ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ബ്രിട്ടീഷ്. ഹായ്, ഹലോ പിറ്റി, ഹൗ ആർ യു? ഫൈൻ. ഹൗ ഈസ് യുവർ സ്റ്റെല്ല? കുറച്ച് തിരക്കിലായിരുന്നു. കണ്ടിട്ട് കൊറേ നാളായല്ലോ. നീ ആരാടാ? ഞാൻ ആരാണടാ എന്നുള്ളത് പിന്നെ പറയാമടാ. ഇപ്പൊ തന്നെ പറയാം. ചൂടാവില്ലാടി, നാളെ വെക്ക്. സമാധാനായിട്ടിരിക്കേ. ഇവിടെ നോക്ക്, നിനക്ക് ഇവിടെയല്ലേ വേണ്ടത്? അതിന് വഴി ഞാൻ നയിച്ചതാ. എന്ത് വഴി? ഒന്ന് തല്ലി ജയിക്കണം. തല്ലി ജയിക്കാനാ? നിങ്ങളാണ് ജയിക്കുന്നെങ്കിൽ ഇവിടെ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ കൊണ്ടുവന്നത്. ഇല്ലെങ്കിൽ ഞാനാണ് ജയിക്കുന്നതെങ്കിൽ നിങ്ങൾ എനിക്ക് 5000 രൂപ. ധൃതി വെക്കില്ലേ? ധൃതി വെക്കില്ല. ഇവിടെ വെച്ച് വേണ്ട, ഇവിടെ വെച്ച് വേണ്ട. ഇതൊരു സ്ഥാപനല്ലേ, ഇത് തല്ലി പൊളിക്കണ്ട. നാളെയാണ് മത്സരം. നാഷണൽ ഹൈവേയില് 5 കിലോമീറ്റർ പോയാൽ വലത്തോട്ട് തിരിഞ്ഞാൽ അവിടെ ഒരു മൈതാനം കാണാം. അവിടെ വെച്ച് നമുക്ക് നോക്കാം. ഓക്കെ? ഓക്കെ 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 ഓക്കെ. മാറും. പണം കൊണ്ടുവന്നുണ്ടോ? പണം എനിക്ക് പുല്ലാണ്. പണം നിനക്ക് പുല്ലാണെങ്കിൽ നിന്റെ വീട്ടിലെ പശുവിനെ എരുമയ്ക്ക് കൊണ്ടുകൂടാ. അത് തിന്നു. നീ തന്നില്ലേ? ഞാൻ തിന്നു. ഞാൻ പുല്ല് തിന്നാനോ? എടാ, ഇന്ന് കൂടെ പുല്ല് കത്തിയിരിക്കുന്നു. എന്നാ അടിക്കാൻ ഇറങ്ങിക്കേ. അടിക്കാൻ ഞാനോ? പിന്നെ ഞാനാ. അന്തോണി. Ready? Come on. എപ്പോഴും വെക്കാം, എങ്ങനെയും വെക്കേ, സമയത്തും വെക്കേ. വെച്ച് അതൊരു കാര്യം. ആര് ജയിച്ചാലും തോറ്റാലും പണം ഞാൻ എടുക്കും.
പെർഫോമൻസ് പ്രകാശ്. ആ കാശിങ്ങത്താ. മോനെ, ഇത് ഞാൻ വെച്ച് കാശ. ഇതില് മോനെ അവകാശമില്ല. ഇത് ഞാൻ കടം വാങ്ങിച്ചു കൊടുക്കണം. അതെല്ലാം കൊടുക്കാനുള്ള കൊടുത്തിട്ട് കടം വീട്ടിയാ മതി. പറഞ്ഞത് കേക്ക്. ഇല്ലേക്ക് ഇട്. ഇടാനാ പറഞ്ഞ. ഇന്ന ഇത് എന്തൊരു സാധനമാണാവോ? ഒരു 100 മില്ലടിക്കാൻ കടമടിക്കാം. കടമടിക്കാം. ഡാഡി പ്ലീസ്. സൈക്കിൾ സൂക്ഷിച്ചു കുട്ടി. ഞാൻ മനപ്പൂർവ്വം എടുത്തതാ. എന്തിന്? സ്പെഷ്യലായിട്ട് ഒരു അടി നടന്നത് കണ്ടോ? ആ കണ്ടു. അതിലൊരാൾ ജയിച്ചത് കണ്ടോ? കണ്ടു. അയാളോട് നിങ്ങളെ ഫൗൾ കാണിച്ച ഓർമ്മയുണ്ടോ? ഫൗളോ? ആ ഫൗൾ. ഓ അതോ? നീ എവിടെ ഉണ്ടായിരുന്നു? ആ എന്റെ ഡാഡി ജയിച്ചത്. ഓ അത് ശരി. ആ ഫൗളിന് 100 രൂപയാണ് പിഴ. ഇപ്പൊ തരണം. അപ്പോ മോൻ അമ്മയോട് എത്ര രൂപ വാങ്ങിക്കാണും? അതിനെനിക്ക് അമ്മയില്ലല്ലോ. അമ്മ പണ്ടേ മരിച്ചു പോയില്ലേ. അയ്യോ, ഇപ്പൊ എന്റെ കയ്യിൽ രൂപയില്ല. ഇനി കാണുമ്പോ 500 രൂപ തരാം. 500 വേണ്ട, 100 മതി. അത് സാരമില്ല ആന്റി, ഒരു 4 ഫൗള് കൂടെ ചെയ്തോളാം. അത് ഡാഡിയോട് ചോദിച്ചിട്ട് പറയാം. ഓ ധാരാളം മതി. പോട്ടെ ആന്റി. ടാറ്റാ. ടാറ്റാ. ബൈ. അല്ല, നിങ്ങൾ കൂട്ടുകാരെ? എ സ്മാർട്ട് ബോയ് ഡാഡി. എന്നെ പോലെ തന്നെ അവനും. എങ്ങനെ? അവനും അമ്മയില്ല. ശരി, നമുക്ക് പോവാം.